വെൽക്കം ടു യൂണിക് സ്ട്രാറ്റജീസ്. ലാസ്റ്റ് വീഡിയോ കണ്ടതെന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്താണ് ഈ നവോദയ എക്സാം എന്ന്. സോ നവോദയ എക്സാമിനെ കുറിച്ചും നവോദയ സ്കൂളിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പകർത്താൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. സോ ജവഹർ നവോദയ വിദ്യാലയ ഇതാണ് ഈ സ്കൂളിൻ്റെ ഫുൾ നെയിം. ഈ സ്കൂൾ എന്ന് പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്നോ തുടങ്ങിയ സ്കൂളൊന്നും അല്ല, പല വർഷം മുന്നിൽ തന്നെ തുടങ്ങിയ ഒരു സ്കൂളാണ്. ഇതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്കൂളാണ്. CBSE സിലബസിലൂടെ വളരെ വൃത്തിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ എയിം എന്താണ് എന്ന് നോക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ വസിക്കുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള ഒരു ഗോളോട് കൂടി തുടങ്ങിയ ഒരു സ്കൂളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചേരണം എന്ന് വിചാരിക്കുന്നവർക്ക് ടാലൻറ്റ് വേണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ ആ ടാലൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ, ഏത് രീതിയിലാണ് അവർ ആ ടാലൻറ്റിനെ നോക്കുക എന്നുള്ളത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ നവോദയ എക്സാം. ഈ നവോദയ എക്സാം എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മാത്സും മെൻ്റൽ എബിലിറ്റിയും ആണ്. സോ ടാലൻ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ നടക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? യൂണിക് സ്ട്രാറ്റജീസിൽ ചേരണം. യൂണിക് സ്ട്രാറ്റജി